അവിഹിത ബന്ധത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് വിജയിക്കുന്നതുവരെ അനിശ്ചിതകാല സമരം തന്നെയാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ മുതൽ തന്നെ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാടിൻ്റെ പരിസരം മൊത്തം ഞാൻ കറങ്ങി. എല്ലാ ചിക്കൻ കടയും ഇന്ന് അടച്ചിട്ടതാണ്. എന്താണ് സംഭവം നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ എവിടെയും ചിക്കൻ കിട്ടാനില്ല. അങ്ങനെ ഞാൻ പോകുന്ന സമയത്താണ് ഇവിടെ പൊന്മുണ്ടത്ത് ഒരു ആൾക്കൂട്ടം കണ്ടത്. ഇതെന്താണ് സംഭവം എന്നുള്ളത് ഇവിടെ ചോദിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇവരെ അസോസിയേഷനിലുള്ള ഒരു സമരമാണെന്നുള്ളത്. എന്താണ് എന്നുള്ളത് ചോദിച്ച് അത് കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് ന്യായപരമായിട്ടുള്ളൊരു സമരമാണെന്ന്. അപ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തിനാണ് ശരിക്കും നിങ്ങളിപ്പോൾ ഈ സമരം ചെയ്യുന്നത്? ഇന്നു മുതലാണ് ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്ന ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങളിത് അടച്ചിടാൻ കാരണം മലപ്പുറം ജില്ലയിലെ, അതായത് കേരളത്തിലെ 14 ജില്ലകൾക്കും സർക്കാർ അനുമതിയോട് കൂടിയിട്ടുള്ള DLFMC സംവിധാനത്തിൻ്റെ കീഴിലാണ് ഞങ്ങൾ വേസ്റ്റ് സംസ്കരണം നടന്നുകൊണ്ടിരിക്കുന്നത്. 2021 SOP പ്രകാരം ഞങ്ങൾ വേസ്റ്റ് സംസ്കരിക്കാൻ മറ്റൊരു മാർഗവുമില്ല. ഞങ്ങൾ വേസ്റ്റ് സംസ്കരിക്കേണ്ടത് റെൻഡറിങ് ചെയ്തിട്ട് തന്നെ മാത്രമാണ്. അതുകൊണ്ട് ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസോ മറ്റോ കിട്ടണമെങ്കിൽ റെൻഡറിങ് പ്ലാന്റുകൾക്ക് ഞങ്ങളിത് കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊക്കെ ഈ പറയുന്ന ജില്ലാ ശുചിത്വ മിഷനും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ഒക്കെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഫ്രീ ആയി കൊണ്ടുപോയിരുന്ന വേസ്റ്റ് കഴിഞ്ഞ 9 മാസം മുമ്പേ DLFMC നിശ്ചയിച്ച ടിപ്പിംഗ് ഫീ 5 രൂപ കൊടുത്തുകൊണ്ട് ഞങ്ങളത് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 9 ദിവസം മുമ്പേ ഇവർ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ മലപ്പുറം ജില്ലയിലെ 16 കമ്പനികൾ അടങ്ങുന്ന ഒരു കോക്കസ് ഒരു കുത്തക രൂപത്തിൽ ഞങ്ങളെ അടിമകളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രൂപത്തിൽ 10 രൂപ വേണമെന്നും മലപ്പുറം ജില്ലയിൽ അത് ഞങ്ങൾ 7 ആയിട്ട് വാങ്ങുന്നുള്ളൂ എന്നൊരു ഔദാര്യം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് 7 രൂപയ്ക്ക് നിർബന്ധിതമായിട്ട് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഇന്നലെ അവസാനമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തി. ഒന്നും നടപ്പിലാവുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇനി ഞങ്ങൾക്ക് അനിശ്ചിതകാലത്തേക്ക് കട അടച്ചിടുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. പക്ഷേ ഇന്ന് ജില്ലാ ഭരണകൂടത്തിൽപ്പെട്ട ചിലരും ഈ റെൻഡറിങ് പ്ലാന്റുകാരും കൂടി തമ്മിലുള്ള ഒരു അവിഹിത ബന്ധത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രശ്നം എന്ന് പറയുന്നത് വേസ്റ്റിന് വില കൂട്ടിയതാണ്. ന്യായപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇതിൽ പ്രയാസപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. തീർച്ചയായിട്ടും ഇന്ന് ഏതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇവരെ സഹായം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഉള്ളത് ഓർമ്മപ്പെടുത്താണ്. അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കണം. ഇതൊരു ന്യായപരമായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നി. ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ഇത് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കട്ടെ.